തിരുസത്തെ ഉസ്താദുമാരെ, ഇവിടെ കൂടിയെങ്കിൽ അധ്യക്ഷരെ, ഈ റായത്തുള്ളിലെ ആളുമാരെ, തന്റെ ഉമ്മ പെങ്ങമാരെ, അസ്സലാമു അലൈക്കും. ഞങ്ങ ഈ വേദിക്കയിൽ കൂടിയത് നിങ്ങൾ ಗೊತ್ತಿನ ವಿಷಯಟಿಕ್ಕರೆ ഹബീബായ പൊന്നാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെത്തനാളായിട്ടിക്കറെ. ഈ പെത്തനാളില് ഒരു ജണ്ട് പലക ചൊല്ലാൻ ഉദ്ദേശിക്കറെ. ಅದಕ್ಕೆ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. நான் ஒரு ചെറിയ കഥ ചൊല്ലട്ടാ. ഒരു നാൾ തെല്ല സ്വഹാബിമാരും തെല്ല ആളുമാരും വലിയ യാത്ര പോയോണ്ടിരുന്നാറ്. നടന്നോണ്ട് പോയോണ്ടിരുന്നാറ്. അപ്പൊ നിസ്കരിക്കോ ടൈം ആയിട്ട് എഞ്ഞ നോക്കുമ്പോ തണ്ണിയില്ല. ഉദു എടുക്കോ എഞ്ഞ നോക്കുമ്പോ തണ്ണിയില്ല. ഒരു ദൂരത്തിലൊരു കിണക്കാണ്ട് ആ കെന്ത മുട്ട പോയിട്ട് നോക്കുറാറ്. കെന്തല് തണ്ണി ഇല്ലಂತೆ. കെന്തല് തണ്ണി ബത്തി പോയിട്ടിಂತೆ. കെന്തല് തണ്ണി എടുക്കറക്കത്തെ സാധനവും ഇല്ലಂತೆ. അപ്പ ഒരു ദൂരത്തെ ഒരു പെണ്ണ് ഓടിയോ ബണ്ടേത് കാണ്ടേ. ആ സ്വഹാബിമാരും ആലുമാരെ മുട്ട ഓടിയോ ബണ്ടേത് കാണ്ടേ. ആ പെണ്ണ് കിടാവ് വന്നിട്ട് ആ കെന്തില് പോയിട്ട് തുപ്പുറാല്. സുബ്ഹാനല്ലാഹ്. കെന്തല് തണ്ണി ബത്തിട്ടിന്ന തണ്ണി മേല് ബണ്ട് ആ കെന്തലിന്റെ തണ്ണിനെ ഉപയോഗിച്ചിട്ട് ഉദോ എടുക്കാറ്, നിസ്കരിക്കാറ്. പിന്നെ ആ പെണ്ണിന്റെ ഔത്തുക്ക് പോയിട്ട് സുരൂക്ക് കേക്കിടാറ്. നീ ഇത്ര വലിയ സ്ഥാനത്തേക്ക് എത്തോ കാരണം എന്തേ? അപ്പൊ ആ പെണ്ണ് കിടാവ് ചൊല്ലാല് നാ ഒരു നാളും ഹബീബായ പൊന്നാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലാണ്ട് കിടന്നിട്ടില്ലാണ്ട്. നോക്കൊരു ചെങ്ങായിമാരെ, സ്വലാത്ത് ചൊല്ലേക്ക് എത്ര വലിയ പവറുണ്ടോ, എത്ര വലിയ കൂലിയുമുണ്ടോ. ഹബീബായ പൊന്നാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നറോ മൻ സല്ല അലൈക മിൻ ഉമ്മതിക സ്വലാത്തൻ കതമനഹു ബിഹി അസ്റ ഹസനാത്ത്. ആരെങ്കിലും ഒത്തന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലെങ്കിൽ അവന്റെ മേൽ അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലാണ്ട്. അത് മാത്രമല്ല അവന്റെ 10 ദോഷത്തെ മായ്ച്ചു കളയിടാ. അവന്റെ 10 ദർജയെ ഉയർത്തുകാട്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നറോ അല്ലാഹു സ്വലാത്ത് ചൊല്ലണു ദുനിയാവിൽ കൊടുക്കുന്ന ഒരു വലിയ ഭാഗ്യമല്ലേ. ഹബീബായ പൊന്നാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നറോ ಅವನು ದುನಿಯಾವುಲು ಸಲ್ಕರ್ಮಂ ಕೊರಡಿಯಾಯಿಟ್ಟಿಕ್ಕೋ, ಅವನು ಚೊಮ್ಮೆ ತಪ್ಪಾಕಿಟ್ಟಿಕ್ಕೋ. ಅವನು ದುನಿಯಾವುಲು ಹಬೀಬಾಯ ಪುಣ್ಣಾರೆ ಮುಹಮ್ಮದ್ ಮುಸ್ತಫ ಸല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ യാര സ്വലാത്ത് ചൊല്ലാണ്ട് കണ്ടെങ്കിൽ നാളെ പരലോകത്തിൽ ഹബീബായ പുണ്ണാരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവന്റെ കൈ പിടിച്ചിട്ട് മുട്ടതെ പാട്ടിലുണ്ട് ചൊന്നറോ. പിന്നെ ഒരു ചെറിയ കഥ ചൊല്ലട്ടാ. ഒരു നാൾ ഒരു റായത്തില് ഒരു മുനാഫിക്കായ മനുഷ്യ മരിച്ചു പോയിട്ടിന്ന ആ മയ്യത്തിനെ എടുത്തോണ്ട് ആ റായത്തിലുള്ള മയ്യത്തിനെ എടുത്തോണ്ട് പോയിട്ട് വലിയ ഒരു ഭയാനകമായ ഒരു കാടിൽ പോയിട്ട് വെച്ചിരുന്നാറ്. സുബ്ഹാനല്ലാഹ്. ആ മയ്യത്ത് കുളിപ്പാട്ടക്ക് പോലും ആളില്ലಂತೆ. മയ്യത്ത് കഫനാക്കും ആളില്ലಂತೆ. മയ്യത്ത് തഫനാക്കും ആളില്ലಂತೆ. മയ്യത്ത് നിസ്കരിക്കും ആളില്ലಂತೆ. അപ്പൊ അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിന് വഹി കൊടുക്കുന്നു. ഓ മൂസ, നീ ആ മുനാഫിക്കായ മനുഷ്യന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കണോട്ടോ. അല്ലാഹു മൂസാ നബിക്ക് വഹി കൊടുക്കുന്നു. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലോ, അല്ലാഹുവേ ആ റായത്തുൽ ആ മുനാഫിക്കായ മനുഷ്യന്റെ മേൽ, ആ ഇസ്ലാമിന്റെ എതിരായ മനുഷ്യന്റെ മേൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കാനായിട്ട് മൂസാ നബി അലൈഹിസ്സലാം കേട്ടപ്പോ അല്ലാഹു ചൊല്ലോ, അയാൾ തമ്മാടി വെക്കോ, അയാൾ ഇസ്ലാമിന്റെ എതിരായ നോക്കോ. ഒരു നാൾ നിങ്ങളുടെ ഗ്രന്ഥം ഇങ്ങനെ ഓതിക്കൊണ്ട് പോകുമ്പോ അതിൽ ഹബീബായ പുണ്ണാരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വന്നു പോയിട്ട് അപ്പ ആ ഹബീബായ പുണ്ണാരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ട് ഒരു സ്വലാത്ത് ചൊല്ലോ. ആ കിതാബ് ഇങ്ങനെ മടക്കിയിട്ട് ആ കിതാബിന്റെ 10 സൈഡ് ഇങ്ങനെ മുത്തു കൊടുത്തു. അപ്പൊ അയാളെ ദോഷമെല്ലാം പൊറുക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനൊട്ടിക്ക് ചൊന്നറോ. ഇനി നിങ്ങൾ ദുനിയാവുടെ വിഷയം നോക്കുമ്പോണ്ടെങ്കിൽ ദുനിയാവിൽ ചമ്മ ടെൻഷനിക്കോ, ചമ്മ ബേജാരിക്കോ, ചമ്മ കഷ്ടയിക്കോ, അതിക്കെല്ലാത്തിനും ഒരു പരിഹാരം വേണ്ടേ. ഹബീബായ പൊന്നാരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ബഹുമാനപ്പെട്ട ഉബൈദ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്ന് ചൊല്ലോ, ഓ നബിയേ, ഞാൻ നിങ്ങളുടെ മേലെ
24 ഗണ്ട സ്വലാത്ത് ചൊല്ലാണ്ട് ചൊല്ലപ്പോ ഹബീബായ പുന്നാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലോ ഇദൻ തഖ്ബി ഹമ്മുക വയഗ്ഫിർ ലക ദമ്മുക നിന്റെ ദുനിയാവിലുള്ള ദോഷമെല്ലാം പൊറുക്കപ്പെട്ട് നിന്റെ കഷ്ടമെല്ലാം നീങ്ങി പോകോട്ടു ഹബീബായ പുന്നാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നറോ ഞങ്ങ ഒരു നാലെങ്കിലും 100 സ്വലാത്ത് ചൊല്ലിട്ട് കിടക്കിന് മുന്നോട്ട് 100 സ്വലാത്തെങ്കിലും ചൊല്ലണോ സ്വലാത്ത് ചൊല്ലുന്ന കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ പെടുത്തട്ടെ ഇത്ര ചൊന്നിട്ട് തന്റെ ചെറിയ ഭാഷ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും